ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 9-ൽ ഇനി സെമി ഫൈനൽ കാലം. സെമി ഫൈനൽ പോരാട്ടത്തിന് അർഹത നേടിയ മത്സരാർത്ഥികൾ ആരെല്ലാം? ക്വാർട്ടർ ഫൈനലിൽ പുറത്തായവർ ആരെല്ലാം? ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 9 അതിന്റെ സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച സെപ്റ്റംബർ 1-ാം തീയതി ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡിൽ ക്വാർട്ടർ ഫൈനൽ എലിമിനേഷനുകൾ നടന്നു. ആ വാരാന്ത്യ എപ്പിസോഡുകളിൽ മാറ്റുരച്ച് വിജയിച്ച 8 മത്സരാർത്ഥികളാണ് സെമി ഫൈനൽ ലെവലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. 10 പേരായിരുന്നു ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിലുണ്ടായിരുന്നത്. 6 റൗണ്ടുകളിലായിരുന്നു ക്വാർട്ടർ ഫൈനൽ അന്തിമ പോരാട്ടം നടന്നത്. ഈ 10 പേരിൽ ഏറ്റവും മാർക്ക് കുറഞ്ഞ 2 പേരായിരുന്നു ഈ ഘട്ടത്തിൽ എലിമിനേറ്റ് ആയത്. ഏറ്റവും കുറവ് മാർക്ക് നേടിയത് ഫിനൂവിനായിരുന്നു. തൊട്ടു മുന്നിൽ ഋതികയായിരുന്നു എത്തിയത്. ഭവിൻ രക്ഷപ്പെട്ടത് വളരെ നിസ്സാരമായ വ്യത്യാസത്തിലാണ്. അങ്ങനെ ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിൽ ഫിനൂവിനും ഋതികയും സ്റ്റാർ സിംഗർ വേദിയിൽ നിന്ന് പടിയിറങ്ങി. എന്നാൽ ഇരുവരും അവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത നേട്ടങ്ങൾ നേടിയെടുത്താണ് പടിയിറങ്ങിയത്. ഋതിക തനിക്ക് ഈ പ്രോഗ്രാം കൊണ്ട് ലഭിച്ച ഏറ്റവും വലിയ പ്രയോജനം തനിക്ക് ഇടയ്ക്ക് മുടങ്ങിപ്പോയ പഠനം തുടരാൻ കഴിഞ്ഞതാണെന്നും ഒപ്പം സിനിമയിൽ പാടാൻ അവസരം ലഭിച്ചു എന്നതാണ് എന്നും വേദിയിൽ തുറന്നു പറഞ്ഞു. ഇനി 8 പേരാണ് സ്റ്റാർ സിംഗർ സീസൺ 9-ൽ ഉണ്ടാകുക. നിലവിൽ സെമി ഫൈനൽ മത്സരാർത്ഥികൾ ഇവരാണ്: ദിഷ, അനുശ്രീ, ബൽറാം, അരവിന്ദ്, ശ്രീരാഗ്, നന്ദ, ഗോകുൽ, ഭവിൻ എന്നിവരാണ്. ക്വാർട്ടർ ഫൈനലിലെ അവസാന പോയിന്റ് നിലവാരം അനുസരിച്ചാണെങ്കിൽ സെമി ഫൈനലിന്റെ കടമ്പ കടക്കാൻ ശ്രീരാഗ്, നന്ദ, ഗോകുൽ, ഭവിൻ തുടങ്ങിയവരൊക്കെ നില നല്ല രീതിയിൽ മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും 600-ൽ പോയിന്റുകൾ കണക്കാക്കുമ്പോൾ 595-നും 599-നും ഇടയ്ക്കാണ് ഈ 8 പേരുടെയും പോയിന്റുകൾ എന്നത് മത്സരം എത്ര കടുകട്ടിയാണ് എന്നത് സൂചിപ്പിക്കുന്നു. ആരാണ് ഈ സീസണിൽ നിങ്ങളുടെ ഫേവറേറ്റ്? കമന്റ് ചെയ്യൂ. ഒപ്പം പടിയിറങ്ങിയ ഫിനൂവിനെ കുറിച്ചും ഋതികയെക്കുറിച്ചും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യങ്ങൾ എന്തെന്ന് കമന്റും ചെയ്യൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.